ഹൈ ഡിയേഴ്സ്, എന്ന് കണ്ടതല്ലേ നമ്മൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതും വരും വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ തുടക്കം ഇതാക്കണം ഇവിടുന്ന് ഇങ്ങോട്ടാണ്. നല്ലൊരു ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. ഇത്തിരി ബാഗിക്ക് പോയാൽ മതിയെന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടി ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ അനിത സുബ്രഹ്മണ്യൻ കുഴക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിപ്പോൾ എന്നത്തെ വീഡിയോ ചോദിച്ചാൽ ടൂറിൻ്റെ പിറ്റേന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇളച്ചൻ്റെ കുട്ടീൻ്റെ നിശ്ചയമുണ്ട് പിറ്റേന്ന് തന്നെ. അന്നാണ് നമ്മൾ വരുന്നത് കേട്ടോ. അതായത് 20-ാം തീയതിയാണ് നമുക്ക് നിശ്ചയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 20-ാം തീയതി രാവിലെയാണ് നമ്മൾ ടൂർ കഴിഞ്ഞ് വന്നിട്ടുള്ളത്. ഇടുക്കി ടൂറും കഴിഞ്ഞ് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 20-ാം തീയതി പെലച്ചക്ക് ഇതാക്കണം ബാങ്ക് കൊടുത്തപ്പോഴാട്ടോ. ഒരു 5-5:30 ബാങ്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മേല് കഴുകിയാണ്ട് ഒരു അരമണിക്കൂർ കടന്നു കഴിഞ്ഞാൽ വേഗം മണ്ടി ചെന്ന് പുഴയിലൊക്കെ ഒന്ന് കുളിച്ച് വന്ന് വേഗം ഞങ്ങൾ നേരത്തെ കാലത്ത് പോകുന്നു കേട്ടോ. ഒരു 8 മണിയായപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ തറവാടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറേ ഒന്ന് കണ്ണടച്ചിട്ടുള്ളൂ. കണ്ണടക്കാൻ നേരം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നാമത് യാത്രൻ്റെയും ബസ്സിൽ പോകുന്നതിൻ്റെയും ഛർദ്ദിച്ചതിൻ്റെ ഒക്കെ ക്ഷീണം നല്ല മുഖത്തുണ്ട് കാണാനായിട്ട്. പക്ഷെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മളെ ഇളച്ചൻ്റെ കുട്ടീൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടീൻ്റെ നിശ്ചയം പോലെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളവിടെ പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ്. തലേന്നോ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ നേരത്തെ കാലത്തെങ്കിലും ചെല്ലാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ 8 മണിയായപ്പോൾ ഇതിനും ഇവിടെ എത്തിയിട്ടോ. കണ്ണന് ഇതാക്കണത് തലേ ദിവസം തന്നെ ഇവിടെയാണല്ലോ. നമ്മൾ ടൂർ പോകാനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഇവിടെ തന്നെയാണ്. അങ്ങോട്ട് എടുക്കലും ഇങ്ങോട്ട് എടുക്കലും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഞങ്ങളെ എന്താ പറയുക പ്രതിനിധീകരിച്ചുകൊണ്ട് കണ്ണനെയൊന്നും ഇവിടെ എല്ലാ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നിട്ട്. എല്ലാവരും കൂടിയൊക്കെ വേണമല്ലോ. ഒരു കുടുംബത്തിലെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി കൂട്ടിയാണ്ട് അങ്ങോട്ട് ഉത്സാഹിക്കുന്ന ഒരു രസമല്ല ഒരു പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളൊരു അഭാവത്തിൽ കണ്ണനെയൊന്നും ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞേരം കണ്ണനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെ മക്കളൊക്കെ അവിടെ നിന്ന് എടുക്കാണ്ടല്ലോ. ഒരു ഭയങ്കര ഉറക്കത്തിലായിരുന്നു ഞങ്ങൾ പോന്നപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തിന് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കണ്ട. പിന്നെ ചോറും കൂട്ടാനും സദ്യ ഒരു ഭാഗത്ത് കൂടെ ഉണ്ട് കേട്ടോ. തീരെ കഴിക്കാത്തവർക്ക് നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അലർജിയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാനെന്നല്ല എല്ലാവരും ഇതാക്കുന്നത് ഭയങ്കരമായിട്ട് ജഗപ്പൊക്കെ പരിപാടിയിൽ തന്നെയാണ്. ഒരു നിശ്ചയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കല്യാണം മോഡൽ തന്നെയാണ്. അങ്ങനെ ആ ഒരു പരിപാടി ഏകദേശം ഇങ്ങനെ ആയോണ്ട് നിൽക്കട്ടോ. പിന്നെ പുതിയാപ്പിളയും ചെക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ട്. നിശ്ചയമാണല്ലോ, ചെക്കൻ്റെ വീട്ടുകാർ വരണ്ടേ. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ വന്നു. അപ്പോൾ ഈ ഒരു ഉടുപ്പ് ചെറുതായിട്ട് ഒന്ന് സ്ക്രാച്ച് വീണുന്നുണ്ട്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് തറവാട്ടിലേക്ക് വന്നതാണ്. തറവാട്ടിൻ്റെ ഇത്തിരി ഒരു 5-6 അടി വെച്ചാലാണ് പിന്നെ ഇളച്ചൻ്റെ വീട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ അമ്മായിമ്മക്ക് 6 മക്കളാണ്. അതിൽ ഫസ്റ്റത്തത് പെൺകുട്ടി, ലാസ്റ്റത്തതും പെൺകുട്ടിയാണ്. പിന്നെ നടുക്കുള്ള 4 ആൺകുട്ടികളാട്ടോ. അപ്പോൾ 4 ഇതാക്കണ വേറെ വീട് വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ തറവാട്ടത്തെ ഫസ്റ്റത്തെ പരിപാടിയാണ്. പേരക്കുട്ടീൻ്റെ ഫസ്റ്റത്തെ അല്ല, നാത്തൂൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ആൺകുട്ടികളെ ഫസ്റ്റത്തെയാണ് കേട്ടോ. നമ്മളെ ഇളച്ചൻ്റെ കുട്ടീൻ്റെത്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇതാക്കണം ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടോ. ചെക്കൻ്റെ വീട്ടുകാർ മാത്രമല്ല, ചെക്കനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങനെയാണല്ലോ, ചെക്കന്മാർ വരുമല്ലോ. ഞാൻ തന്നെ കെട്ടാന്നില്ല രീതിക്കാണ് ഓര് വരുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, കുറേ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ അതവിടെ കട്ടെ മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുള്ളൂ. കാലം ചെല്ലും തോറും നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ പെണ്ണിനെ ഒരുക്കാനായിട്ട് ഓരോ വീട്ടുകാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ആവശ്യമൊന്നുമില്ല, ഓല പാടായി എന്നുള്ള ഇതിലാണ്. അങ്ങനെ പെണ്ണൊക്കെ ഒരുങ്ങി ഇനിയിപ്പോൾ വിളക്കൊക്കെ എടുത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയുള്ളൂ. പിന്നെ നിശ്ചയവും കാര്യങ്ങളും ഏതായാലും ഇക്കൊല്ലം ഉണ്ടാവില്ല കേട്ടോ കല്യാണം. ഇനിയിപ്പോൾ മഴയായി തുടങ്ങിയില്ല. മഴയാ കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി അടുത്തോളം ജനുവരിയിലൊക്കെ ആവും മിക്കവാറും നിശ്ചയിച്ച് ഇടുക. അപ്പോൾ തന്നെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കേട്ടോ. ഇളച്ചൻ്റെ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നിശ്ചയിച്ച് ഇടാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ഉണ്ടാവുകയുള്ളൂ സംഭവത്തിൽ. അപ്പം നിശ്ചയിച്ചിട്ടാൽ ഓല പാടായി അങ്ങനത്തെ രീതിയാണല്ലോ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണം. ഓളെ ഒരുക്കം പിടുത്തൊക്കെ കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണം. വിളക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ കാര്യപരിപാടിയിലേക്ക് വരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് പറയുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളി വിൽക്കും. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി വീഡിയോ എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളമായി തോന്നുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതാക്കണം അടിപൊളിയായിട്ട്. ഇതുവരെ നമ്മളൊരു ഒഴുക്ക് കൂടെ അങ്ങനെ അങ്ങോട്ട് നീന്തിയോണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒഴുക്കൊക്കെ ഒന്ന്
ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇന്നിപ്പോൾ 1-ാം തീയതി ആണല്ലോ, 1-ാം തീയതി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും എല്ലാം നല്ല കാര്യം ചെയ്യാനായിട്ട് 1-ാം തീയതി ബെസ്റ്റ് ആണല്ലോ അല്ലേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പുകയാവും. അപ്പോൾ 1-ാം തീയതി തന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ നിശ്ചയമാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അപ്പോൾ കാരണവന്മാരായ കുറച്ച് ആൾക്കാരൊക്കെ ഇതാക്കണം മേശൻ്റെ ചുറ്റോറും അപ്പുറവും ഇപ്പുറം ഭാഗം ഇരിക്കുന്നുണ്ട്. ചെക്കൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ആൾക്കാരുണ്ട്, പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് പറയാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയാനാണ്, കൊടുക്കൽ വാങ്ങലുകളും കാര്യങ്ങളൊക്കെ പറയാനാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ അടുക്കളൻ്റെ ഭാഗത്താവുന്നു, ഭയങ്കര പണിയിലായിരുന്നു, എന്തൊക്കെയോ പരിപാടിയിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ ആ ഭാഗം പോയത്. അപ്പൊ ഇവരൊക്കെ പാടെ വട്ടം കൂടി ഇരുന്നിട്ട് ഇതാകണം എന്തൊക്കെയോ ചുണ്ടിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായതൊന്നുമില്ല വീഡിയോ കണ്ടപ്പം. അപ്പൊ അത് ഞാൻ നിങ്ങളിട്ട് ബോറടിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാനതൊന്നും മ്യൂട്ടാക്കി വെച്ചതാണ്. എന്തൊക്കെയോ ഒരു കാര്യപ്പെട്ട കാര്യങ്ങൾ പറയാണ്. അപ്പൊ എന്തൊക്കെയാ പറയണമെന്നുള്ളത് ഒരു ഒത്തുമിടിയും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതും അങ്ങനെ പൊലിപ്പിച്ച് നിർത്തണില്ല. അപ്പം എന്തൊക്കെയോ പറയുകയാണ്, ഇതിൻ്റെ എന്തോ കാര്യങ്ങൾ പറയണം. ഏതായാലും ചെക്കൻ്റെ വീട് വരുന്നത് കരലായി ആണ് കേട്ടോ. കരലായിൻ്റെ ആ ഭാഗത്തൊക്കെ എന്താ പറയുന്നത്, ഏതായാലും കരലായി ആണ് പ്രോപ്പർ സ്ഥലം. അങ്ങനെ നിശ്ചയപരിപാടി നടന്നു കൂടെ നിൽക്കണ്ട എന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനത് കേൾക്കാൻ കുറേ ആണുങ്ങളല്ല ഇതിനൊക്കെ നിൽക്കുക, കുറേ ആണുങ്ങളാണ് കാരണവന്മാർ, കുറച്ച് തലമൂത്ത ആൾക്കാരാണ് ഇതിനൊക്കെ നിൽക്കൽ. അപ്പോൾ പെണ്ണുങ്ങളൊന്നും ഇവിടെ നിൽക്കലില്ല കേട്ടോ. വല്ലാതെ അങ്ങോട്ട് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്കിതിൽ കാര്യമായിട്ടൊന്നും പറയാനൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. ഇവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കൻ്റെ ഭാഗത്തുനിന്നും പെണ്ണിൻ്റെ ഭാഗത്തുനിന്നൊക്കെ പറയല്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ. ചെക്കനും പെണ്ണും അവിടെ നിൽക്കുന്നുണ്ട്. ഒരു അന്തം വിട്ടുകൊണ്ട് രണ്ടാളും ആ ഭാഗത്തും ഈ ഭാഗത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പറയണമെന്ന് മനസ്സിലാവാതെ. പിന്നെ വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് കൂടെ വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളല്ലേ ഭയങ്കര ചൂടും അല്ല, കുട്ടികളൊക്കെ കാപ്പി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു നിശ്ചയിക്കലൊക്കെ കേട്ടോ പരിപാടി. പിന്നെ അഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളാണ് ഉള്ളത്. പിന്നെ വളടലും വളടലും പിന്നെ മുട്ടായി കൊടുക്കലും അങ്ങനത്തെ ചടങ്ങുകളാണ് ഇനി അടുത്തുള്ളത്. പിന്നെ ചെറിയൊരു കുഞ്ഞ് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ ആങ്ങളെയും അതേപോലെ തന്നെ കണ്ടനും കൂടിയിട്ടാണ് സ്റ്റേജ് കെട്ടിയതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളാണ് സ്റ്റേജ് കെട്ടിയിട്ട്, അതിനും കുഞ്ഞു പെങ്ങളെ നിശ്ചയമല്ലേ. അപ്പോൾ നമ്മളെ പുതിയ അളിയനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓളും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ പരിപാടിയാണ് കഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പോലെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇതാണ് ഓടെ വളയൊക്കെ ഇട്ടെടുത്ത് നാത്തൂനാണ് കേട്ടോ വള ഇട്ട് കൊടുക്കുക. നമ്മളെ ഈ ഒരു ഏരിയ കൂടെ ഒക്കെ നാത്തൂന്മാരാണ് വള ഇട്ട് കൊടുക്കൽ. പിന്നെ മുട്ടായി കൊടുക്കലും വളടലും ഫോൺ കൊടുക്കലും അങ്ങനത്തെ ഗംഭീര പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കേക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്താൽ ഈ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഈ പച്ചക്കുപ്പായിട്ട് ഇവിടെ നോക്കിയിരിക്കണത്. അപ്പോൾ ഏതൊരു അച്ഛൻ്റെയും അമ്മൻ്റെയും മനസ്സിലുണ്ടാവുക അവനാൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോകണം എന്നാണല്ലേ, നല്ലപോലെ ജീവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ ഒരു ആഗ്രഹിക്കാത്ത ഒരു അച്ഛനും അമ്മയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ കുറഞ്ഞ പൈസ ഇതാക്കണം. നമ്മൾ കഷ്ടപ്പെട്ട പോലെയൊന്നും മക്കൾ കഷ്ടപ്പെടല്ലേ എന്ന് വിചാരിക്കലുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ വിചാരിക്കലുണ്ട്. അപ്പം അങ്ങനെ കേട്ടോ, ഏതായാലും സന്തോഷത്തോടു കൂടി അത് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്, ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതാ ചോറുണ്ടാകുന്ന പരിപാടിയാണ്. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. അതൊക്കെ ഓല് കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാ പോകാൻ ചായ കൊടുക്കാനുണ്ടോ. പോകാൻ നേരത്തെ ഇത്തിരി ചായ കൊടുക്കും, അതാണ് പോകാൻ ചായ. അപ്പം അങ്ങനെ ചായയൊക്കെ പറന്ന് വെച്ചിട്ട് ഇനി പോലെ യാത്ര അയക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു കടമ്പയാണ്, ഫസ്റ്റത്തെ കടമ്പാണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇളച്ചന്. അപ്പോൾ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ കടമ്പയാണ് വരാൻ നിൽക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ്. അപ്പോൾ അതൊക്കെയാണ് വരാൻ നിൽക്കുന്നത്. മക്കളൊക്കെ ഭാരമായിട്ടല്ല കെട്ടിച്ച് വിടുന്നത്, പക്ഷേ ഇവരൊക്കെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ച് വിടുക, നല്ലൊരു രീതിക്ക് ജീവിച്ച് പോകുക എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, ഒന്നുമില്ലെങ്കിലും. അങ്ങനെ ഓലയും ഡാറ്റ പറഞ്ഞ് വിട്ടാണ്ട് ഞങ്ങൾ ചോറുന്നാൻ പോകട്ടെ. നമ്മൾ വീട്ടുകാരെന്താക്കണം ആക്കും പോലെയല്ലേ ചോറുന്നായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ചോറുന്നായിരുന്നു കേട്ടോ. ഞാൻ, മൂത്തച്ചി, ഇളച്ചി, നാത്തൂന്, നമ്മളെ അമ്മക്ക്, അത് എല്ലാവരും ഇതാക്കണത് ഞങ്ങൾ ചോറുന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അല്ലാതെ നമുക്ക് ഫസ്റ്റ് കയറി ഇരിക്കാനോ തിന്നാനോ പറ്റൂല കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞെങ്കിൽ ഒരു സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. ഏതായാലും ആ സംഗതി അങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓള് കൊണ്ടുവന്ന മിഠായിയൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട് നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെയാണ്, എല്ലായിടത്തും കൂടെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ ഈ ഒരു ഏരിയ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു നിശ്ചയമായിരുന്നു. അപ്പോൾ നല്ല ഉഷാറായിട്ടാണ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഇനിയിപ്പോൾ കല്യാണത്തിനുള്ള കാത്തിരിപ്പാണ് ഓൾക്ക് രണ്ടാക്കുള്ളത്. നമുക്ക് ഇനിയിപ്പം എന്താ ഇല്ലേ, ഇനി പണ്ടം പൈസ അത് ഇത് ഭയങ്കര ചിലവുകളാണ് വരുന്നത്. എന്നാലും അതൊരു സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ അതവിടെ കേട്ടോ. അതൊക്കെ പാടെ കഴിഞ്ഞ് പാത്രം കഴുകൽ ചെമ്പ് വണ്ടിക്ക് കയറ്റി കൊടുത്ത് കഴിഞ്ഞേരാണ് ഇപ്പോൾ ഈ ഒരു കടത്തുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങാത്തതിൻ്റെയും ഛർദ്ദിച്ചതിൻ്റെ ഒക്കെ നല്ല ഉഷാറ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാട്ടപ്പേരൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് കിടക്കുന്നത്. അവൾക്ക് വീട് പണി ആയതുകൊണ്ട് എന്തായാലും തൊട്ടടുത്തുള്ള ഒരു റാട്ടപ്പേര ഉണ്ട് കേട്ടോ, അവിടെയാണ് ഓല് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഇത്തിരി നേരം ഒന്ന് കടന്നപ്പോൾ നമുക്ക് അടുത്ത കല്യാണത്തിങ്ങൾക്ക് പോകേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളെ തൊട്ടടുത്തുള്ളൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും പോയി തലാട്ടി വരണല്ലോ, എല്ലാവരും വിളിച്ചാൽ പിന്നെ പോകൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുക കേട്ടോ. ഇത്തിരി നേരം കടന്നപ്പോൾ നീച്ച് ഒരുങ്ങാനും മാറ്റാനും പറഞ്ഞു. അപ്പോൾ കല്യാണം ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ് വന്നതാണ് മമ്പാട്ടക്ക്. അപ്പോൾ മക്കൾ ഓട്ടോറിക്ഷയിൽ വരും, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വണ്ടിക്ക് പോകുന്നതാണ്. അങ്ങനെ ശുഭമായി മംഗളമായി നമ്മളെ നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് എന്താ ചോദിച്ചാൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ആ ഒരു രീതിക്ക് പരിപാടികളൊന്നും. ഇനിയിപ്പം മെയിൻ കല്യാണമാണ് വരുന്നത്, അതിപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ചെന്നിട്ട് വെക്കാനും വിളമ്പാനൊന്നും നിൽക്കണില്ല, കുറച്ച് ബിരിയാണി എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതും തിന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് മടങ്ങി കിടക്കണം സമാധാനത്തോട് കൂടിയാണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് എന്നും ഒരു 7:30 ആകുമ്പോൾ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ. ബൈ ബൈ.